മച്ചന്മാരെ, ഇടിവെട്ട് മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തകർപ്പൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ഉറപ്പായിട്ടും അടി വീണിരിക്കും. നമ്മളപ്പോൾ ജീവനുള്ള ചെമ്മീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീവനുള്ള ചെമ്മീൻ കൂടുതൽ സമയം ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നനഞ്ഞ തോർത്ത് നനച്ചിട്ട് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ കെട്ടിയിടാൻ പറ്റത്തില്ല. ഇവിടെ വെള്ളം നല്ല റഫായതുകൊണ്ട്, നമുക്കിവിടെ കടൽ നല്ല റഫായതുകൊണ്ട് നമുക്കിവിടെ താഴെ ഇറങ്ങി കെട്ടിയിടാൻ നിർത്തിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തോർത്ത് നനച്ചിട്ട് അതിൽ ചെമ്മീൻ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒത്തിരി നേരം കീപ്പ് ചെയ്യാൻ പറ്റും ജീവനുള്ള ചെമ്മീൻ ജീവനോടെ തന്നെ. മച്ചന്മാരെ, സുരേഷേട്ടൻ ലൈവ് ചെമ്മീനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കല്ലുകളുടെ അടുത്തിടാനായിട്ടാണ്. ഏരിയയാണ് പ്രധാന ടാർഗറ്റ്. ഇപ്പോൾ സുരേഷേട്ടൻ്റെ ഒരു മീൻ മിസ്സായതേ ഉള്ളൂ. ഹുക്കപ്പ് കൊടുത്ത് പൊക്കി കയറ്റാനായിട്ട് അല്പം ഒന്ന് താമസിച്ച് പോയി. അതിനുള്ളിൽ തന്നെ അവൻ മട കയറിപ്പോയി. എന്തായാലും അടുത്തവനെ സുരേഷേട്ടൻ പൊക്കിയിരിക്കും. അപ്പോൾ തൊട്ടടുത്തേക്ക് തന്നെ ആണ് സുരേഷേട്ടൻ കാസ്റ്റ് ചെയ്തിരുന്നത്. കറക്റ്റായിട്ട് കല്ലുകളുടെ തൊട്ടടുത്ത് തന്നെ വീണിട്ടുണ്ട്. ഇഷ്ടം പോലെ ഏരിമടകളുണ്ട് ആ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ അവന്മാരിപ്പോൾ തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യും. മച്ചന്മാരെ, നമ്മുടെ ചൂണ്ടക്കാർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കാഴ്ചയാണിത്. ഈ കല്ലിൽ മൊത്തം പറ്റിപ്പിടിച്ച് വളരുന്നത് കല്ലുമ്മക്കായാണ്. ഇതിപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ നമുക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ ഭാഗത്തെല്ലാം വെള്ളം കയറി വരും. പിന്നെ നമുക്ക് ഈ കല്ലുമ്മക്കായകൾ കാണാനായിട്ട് പറ്റില്ല. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. അതിൻ്റെ അത് ഞണ്ടുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് മീനുകൾ ഇവിടെ എത്തുന്നത്. മച്ചന്മാരെ, ഇത് നമുക്കിപ്പോൾ അടിച്ചു കയറിയേക്കുന്ന മീനാണ്. ഹെലികോപ്റ്റർ ഫിഷ് എന്നാണ് ഇവർ പറയുന്നത്. ഇവനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇവനെ കുത്തി നിർത്താനായിട്ട് പറ്റും. മറ്റു മീനുകൾ നിൽക്കും പോലെയല്ല, നമുക്ക് ഇവനെ കുത്തി നിർത്തിയ ഒരു ഹെലികോപ്റ്റർ നിൽക്കും പോലെ നിൽക്കും. അതുകൊണ്ടാണ് എല്ലാവരും ഇവനെ ഹെലികോപ്റ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിന് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇവനെ എടുക്കുന്നില്ല, കളക്ഷൻ റിലീസ് ചെയ്യുകയാണ് തിരിച്ച്. മച്ചന്മാരെ, നമ്മുടെ അഖിലേട്ടൻ ജീവനുള്ള ചെമ്മീനിട്ട് വെയിറ്റിങ്ങിലാണ്, മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും അഖിലേട്ടൻ്റെ ചൂണ്ടയിൽ അടി പൊട്ടാം. നല്ല രീതിയിൽ തന്നെ മീനുകൾ ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇതേ അപ്പുറം നമ്മുടെ സുരേഷ് ഏട്ടനും വെയിറ്റ് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജീവനുള്ള ചെമ്മീൻ തന്നെയാണ് സുരേഷ് ഏട്ടനും കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വലിയ മീൻ കയറാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു തട്ട് കിട്ടിയ പോലെ എനിക്ക് തോന്നിയോ സുരേഷ് ഏട്ടാ? ഒരു തട്ട് കിട്ടിയ പോലെ തോന്നി. നോക്കിന്നോട്ടോ, അടി പൊട്ടാൻ ഏത് നിമിഷം വേണമെങ്കിലും അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഏരി ചെമ്പലി പോലുള്ള മീനുകളായതുകൊണ്ടാണ് ഏറ്റവും വലിയ റിസ്ക്. അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരൊരു സെക്കൻഡ് സമയം നമുക്ക് തരുന്നില്ല. അപ്പോൾ തന്നെ ഓടി മടയിലേക്ക് പാഞ്ഞു കയറുകയാണ്. മറ്റെന്ത് മീനുകളാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ടൈം എടുത്ത് നമുക്ക് കയറ്റാനായിട്ട് പറ്റും. പക്ഷേ ഇവന്മാർക്ക് നമ്മൾ ഡ്രാഗ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈമൊക്കെ കൊടുക്കുകയാണെങ്കിൽ മീൻ എപ്പോൾ മിസ്സായെന്ന് ചോദിച്ചാൽ മതി. അത് അങ്ങനെയാണ് ഇവിടെയുള്ള സകല ചൂണ്ടക്കാരുടെയും ഏരിയും ചെമ്പല്ലിയും അമൂറും അടിച്ചിട്ട് മിസ്സായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ തീപ്പൊരി ഹുക്കപ്പും റിട്രീവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. മച്ചന്മാരെ, കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് അടിപൊളി മീനുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്ന് ഹമൂറും ഒന്ന് കലവാന്ന് വിളിക്കുന്ന മീനുമാണ്. രണ്ടും ഹമൂറിൻ്റെ തന്നെ ഗണത്തിൽപ്പെടുന്ന മീനുകളാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പട ടേസ്റ്റാണ്. ഇത് ഉപയോഗിച്ചാണ് വിദേശികളൊക്കെ ഹമൂർ ബിരിയാണി അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. കൂടുതലും ചൂണ്ടക്കാരിവിടെ പിടിക്കാനായിട്ട് കൊതിച്ച് കിടക്കുന്ന മീനുകളാണ്. സദാസമയം ഒരു കല്ലിൻ്റെ ഇടയിലായിരിക്കും ഇരിക്കുക. അതാണ് ഇവരെ പിടിക്കാനുള്ള ഏറ്റവും വലിയ ടാസ്ക്. നമ്മുടെ ചൂണ്ടയിൽ അടിച്ചു കഴിഞ്ഞാലും ഇവർ കല്ലിൻ്റെ ഇടയിലേക്ക് തന്നെയാണ് പാഞ്ഞു കയറുക.